നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവായ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാനുള്ള ഒരു നിമിഷം കൂടിയാണ് ഈ കൃപയുടെ സമയം. കർത്താവ് നമ്മുടെ മേൽ അവിടുത്തെ അനന്തമായ കാരുണ്യം ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അവിടുത്തെ വരങ്ങളും ദാനങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നൽകി നമ്മളെ അനുഗ്രഹിക്കുന്നു. കരുണാമയനായ ദൈവം എന്നും നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ കൂടെ വസിക്കുന്നവനാണ്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്കായിരിക്കാം. കർത്താവേ, ഇനിയും ഞങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് അങ്ങയുടെ അനന്തമായ സ്നേഹം ഒഴുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ സ്നേഹിക്കുന്ന ആ നല്ലവനായ കർത്താവിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഈ കൃപയുടെ മണിക്കൂറിൽ നമുക്ക് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് ധ്യാനിക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കും എന്ന ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങൾ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെ പറ്റിയും നിങ്ങൾ എന്തിന് ആകുലരാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനെപ്പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളൂ. ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി. പ്രിയമുള്ളവരെ, ഈ ഒരു സുവിശേഷ ഭാഗത്തിലൂടെ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് അവിടുത്തെ അനന്തമായ പരിപാലനയിൽ നമ്മൾ ഓരോരുത്തരും ആശ്രയം വയ്ക്കുക. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഉത്കണ്ഠ എന്നുള്ളത്. പലപ്പോഴും രാത്രികാലങ്ങളിൽ നമ്മൾ കിടക്കാൻ പോകുന്ന അവസരങ്ങളിൽ പോലും നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പരാജയങ്ങളെക്കുറിച്ചായിരിക്കും പലപ്പോഴും നമ്മൾ ചിന്തിക്കുക. ഒരിക്കൽ പോലും ഇന്ന മേഖലകളിൽ എനിക്ക് വിജയം വരിക്കുവാൻ സാധിച്ചു എന്നോർത്ത് സന്തോഷത്തോടെ കിടന്നുറങ്ങുന്നവർ വളരെ വിരളമാണ്. അതേസമയം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് സംഭവിച്ചു പോയ പരാജയങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കും. എന്നാലും ആ സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചുവല്ലോ, അല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ ഇപ്രകാരം പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇപ്രകാരം പ്രവർത്തിച്ചിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു, ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വെറുതെ ഉത്കണ്ഠാകുലനായിട്ട് കിടക്കുന്ന ഒത്തിരിയേറെ ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഒരുപക്ഷെ ഞാനും നിങ്ങളും ആ ഒരു ഗണത്തിൽ എണ്ണപ്പെടാവുന്നവർ തന്നെയായിരിക്കാം. പഴയകാല ജീവിതത്തിൽ നമുക്ക് നടന്ന പരാജയങ്ങൾ അത് നമ്മളെ ഇനിയും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അതെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാനുള്ള ഒരു നിമിഷം കൂടിയാണിത്. നിൻ്റെ പഴയ കാലത്തെക്കുറിച്ച് നീ ഉത്കണ്ഠാകുലരാകേണ്ട ആവശ്യമില്ല.
മനുഷ്യനെ സംബന്ധിച്ച് അവൻ വർത്തമാനത്തിൽ ജീവിക്കേണ്ടവനാണ്. കഴിഞ്ഞു പോയ കാലത്തോ അതോ ഇനി വരാനിരിക്കുന്ന കാലത്തോ ആശ്രയിച്ചല്ല അവൻ്റെ ജീവിതം മുന്നോട്ട് പോകുക. അവനിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെ ജീവിക്കുന്നു, അതിനനുസരിച്ചാണ് കർത്താവ് നമ്മളെ വിധിക്കാൻ പോകുന്നത്. അതിനാൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് പഴയ കാലത്തെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടാതെ ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചിട്ടുള്ളത്, ഇപ്പോൾ ഞാൻ യേശുവിനോടൊപ്പമാണോ അതോ യേശുവിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണോ കടന്നു പോകുന്നത്. ഇതെല്ലാമാണ് നാം ഓരോരുത്തരും വിലയിരുത്തേണ്ടത്. ചിലരെ സംബന്ധിച്ച് ഈ പരാജയങ്ങളെക്കുറിച്ച് ഓർക്കുന്നതോടൊപ്പം തന്നെ ഈ പരാജയങ്ങളുടെ പുറകെ ഇനിയും ഒത്തിരിയേറെ ആപത്ത് എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു എന്നൊരു ചിന്ത നമ്മളെ നയിക്കാം. വല്ലാത്ത ഒരു ആകുലതയായിരിക്കും അവർക്കത് സമ്മാനിക്കുക. നാളെ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് പരാജയം സംഭവിക്കുമോ, ഞാൻ വിജയം കാണുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാൻ വീണു പോകുമോ, അങ്ങനെ അനാവശ്യമായ ചിന്തകളിലൂടെ പോകുന്ന ഒത്തിരിയേറെ ആളുകളും ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഇന്ന് നാം ചെയ്യേണ്ട കാര്യങ്ങൾ പലതും പരാജയം സംഭവിക്കുമോ എന്ന പേടിയിൽ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു ടെൻഡൻസിയുണ്ട്. ഇന്ന് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയായിരുന്നു, പക്ഷേ എനിക്ക് പേടിയാണ്, പഴയ കാല ജീവിതത്തിൽ എനിക്ക് ഒത്തിരിയേറെ പരാജയം സംഭവിച്ചു പോയിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന് ഞാനത് ചെയ്താൽ ഒരു പക്ഷേ വിജയം കാണാൻ സാധ്യതയില്ല, അതുകൊണ്ട് ഞാൻ വീണ്ടും അത് നാളത്തേക്ക് മാറ്റുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, ഈ സമയം വീണ്ടും എനിക്ക് തിരികെ ലഭിക്കില്ല. എന്നൊരു കാര്യം ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ഞാൻ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കുക എന്നുള്ളതാണ്. അത് കൃത്യമായി നടപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ നാളെക്കുറിച്ച് അവിടെ നമ്മൾ ഒത്തിരിയേറെ ആകുലപ്പെടേണ്ട കാര്യമില്ല. അതേസമയം ഇത് ഞാൻ നാളത്തേക്ക് മാറ്റി വച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമോ എന്നും സംശയമാണ്. കാരണം ഓരോ ദിവസവും പിന്നെയും പല കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പലതും ചെയ്യാൻ സാധിക്കാതെ വീണ്ടും നീക്കി വെച്ച് നമ്മൾ മുന്നോട്ട് പോകും. കർത്താവ് നമ്മോട് പറയുന്നത് എന്താണ്? നിങ്ങൾ നാളെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതി അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടും. അതിന് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയം വയ്ക്കുക, അവിടുത്തെ സന്നിധിയിൽ വിശ്വാസപൂർവ്വം ആയിരിക്കുക. ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അതിൽ പരാജയം സംഭവിക്കും എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത് എത്ര എളുപ്പമുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരാജയം സംഭവിക്കാം. അതേസമയം ദൈവത്തിൻ്റെ കൃപയാൽ ഇതെല്ലാം എനിക്ക് ഭംഗിയായി ചെയ്യാൻ സാധിക്കും എന്ന വിശ്വാസത്തോടെ പ്രത്യാശയോടെ നമ്മളത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അത് കൃത്യസമയത്ത് നല്ല മനോഹരമായിട്ട് ചെയ്യുവാൻ നമുക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, അതിനാണ് കർത്താവ് നമ്മോട് ഈ ഒരു സുവിശേഷ ഭാഗം നൽകി ധ്യാനിക്കുവാൻ പറയുന്നത്. പ്രിയമുള്ളവരെ, ഒരു വയലിലെ പുല്ലിനെ പോലും കർത്താവ് വളരെ മനോഹരമായി അലങ്കരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതം മനോഹരമാക്കുവാൻ കർത്താവിന് കഴിയില്ലേ? പ്രിയമുള്ളവരെ, കർത്താവ് ഓരോ ആകാശത്തിലെ പക്ഷികളെ പോലും കാത്തു പരിപാലിക്കുന്നു. മനുഷ്യരാണ് നാളത്തേക്ക് വേണ്ടി ഒത്തിരിയേറെ കാര്യങ്ങൾ ശേഖരിച്ചു വയ്ക്കുക. പല പ്രകൃതി ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരു മുന്നറിയിപ്പാണ്. നീ സമ്പാദിച്ചു കൂട്ടുന്നതൊന്നും ഒരു പക്ഷേ അവസാന നിമിഷം നിന്നെ രക്ഷിക്കുവാൻ കടന്നു വരണമെന്നില്ല. അതിനാൽ നീ ആയിരിക്കുന്ന സമയത്ത് നിന്നെ കൊണ്ടാവുന്ന രീതിയിൽ നീ നല്ലത് ചെയ്യുക. നിനക്കുള്ള സമ്പാദ്യം നീ സ്വർഗത്തിൽ നിക്ഷേപിക്കുക. പ്രിയമുള്ളവരെ, അതാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുക. എന്നാൽ പരാജയങ്ങളിൽ തന്നെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുണ്ട്. ഞങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, മറ്റുള്ളവർക്കും അതേ അഭിപ്രായം തന്നെയാണ്. പക്ഷേ ആ ഒരു അഭിപ്രായം അത് അവർ എന്ത് നോക്കി പറഞ്ഞാലും എന്നിൽ എനിക്കൊരു വിശ്വാസമുണ്ടെങ്കിൽ ആ അഭിപ്രായങ്ങളെയെല്ലാം തെറ്റിക്കുവാൻ എനിക്ക് സാധിക്കും. അവർ നമ്മളെ നെഗറ്റീവായി കണ്ടാലും എന്നിലൊരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ തീർച്ചയായും എനിക്ക് ഉയർന്നു വരുവാൻ സാധിക്കും. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്തും പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ ഒരു ഉറച്ച തീരുമാനമെടുത്തിട്ടുണ്ടോ, ആ തീരുമാനം നടപ്പാക്കിയാൽ തീർച്ചയായും നമുക്ക് ഉയർച്ചയിലേക്ക് കടന്നു വരാൻ സാധിക്കും.
കർത്താവ് നമുക്ക് നൽകുന്ന ധൈര്യവും അതാണ്. ഞാൻ നിൻ്റെ കൂടെയുണ്ട്. പലപ്പോഴും അത് നമുക്ക് ഓരോരുത്തർക്കും അനുഭവവേദ്യമാകാറുണ്ട്. ചില അവസരങ്ങളിൽ കൂടെയുള്ളവർ പോലും നമ്മളെ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. ഒത്തിരിയേറെ വിശ്വസിച്ച് കൂടെ നടന്നവരായിരിക്കാം, അല്ലെങ്കിൽ നല്ല കൂട്ടുകാരെന്ന് പേരെടുത്തവരായിരിക്കാം. പക്ഷേ അവർ തന്നെ നമ്മളെ ഉപേക്ഷിച്ച് കടന്നു പോകുന്ന ചില സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലായിരിക്കാം ഒരുപക്ഷെ കർത്താവിൻ്റെ വലിയ സ്നേഹവും കരുതലും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുക. ചില സിനിമകളിൽ പോലും അവരെടുത്ത് കാണിക്കാറുണ്ട്, ഒരു മാലാഖയെ പോലെ അവർ പോലും പ്രതീക്ഷിക്കാത്ത അവസരങ്ങളിൽ അവരുടെ ജീവിതത്തിലേക്ക് അവരെ സഹായിക്കുവാൻ വേണ്ടി വ്യക്തികൾ കടന്നു വരുന്നത്. അത് സിനിമയിലെ കഥ മാത്രമല്ല, മറിച്ച് ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കഥ കൂടിയാണ്. അതൊരു അനുഭവമാണ്. പലപ്പോഴും നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. പല അവസരങ്ങളിലും നമ്മൾ സേവനങ്ങൾ ചെയ്യുവാൻ വേണ്ടി പല സ്ഥാപനങ്ങളിലേക്ക് പോയി നിൽക്കുമ്പോഴാണ് ആ സ്ഥാപനത്തിൽ കർത്താവ് എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുക. ഞാൻ സെമിനാരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നവജീവനിൽ ഒരു മാസം ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയിട്ടുണ്ട്. അവിടെ തോമസ് തിയേറ്റർ ഞങ്ങളോട് പറഞ്ഞ ഒത്തിരിയേറെ കാര്യങ്ങൾ ഒരുപക്ഷെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കണ്ണ് തുറപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി മെഡിക്കൽ കോളേജിലും ജനറൽ ഹോസ്പിറ്റലിലുമെല്ലാം ഞങ്ങൾ പോകുമ്പോൾ ഓരോ ദിവസം പല സ്ഥലങ്ങളിലേക്കാണ് ഞങ്ങളെ ഡ്യൂട്ടിക്കായിട്ട് അസൈൻ ചെയ്യുക. അങ്ങനെ പോകുന്ന അവസരങ്ങളിൽ ഇത്രയും ആളുകൾക്ക് എപ്രകാരമാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുക എന്നൊരു ചോദ്യം ഞങ്ങളെല്ലാവരും തന്നെ പരസ്പരം ചോദിക്കാറുള്ള ഒരു ചോദ്യമായിരുന്നു. ഞങ്ങൾ 19ഓളം ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. മലങ്കരയിൽ നിന്നുള്ളവരുണ്ട്. അങ്ങനെ പല വിഭാഗങ്ങളിൽപ്പെട്ട ബ്രദേഴ്സ് 19 പേരോളമാണ് ഞങ്ങളവിടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്നത്. ഞങ്ങൾക്കൊന്ന് കിടക്കുവാൻ പോലും സ്ഥലമില്ലായിരുന്നു. മുകളിൽ സൂക്ഷിച്ചിരുന്ന ശവപ്പെട്ടികളിൽ പോലും കിടന്ന് ഉറങ്ങിയ സമയങ്ങൾ ആ ഒരു മാസക്കാലം ഞങ്ങൾ അനുഭവിച്ചതാണ്. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന വേളയിൽ ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പിയായിരുന്നു. കാരണം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന സേവനം ആ ഒരു ആലയത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. രാവിലെ 5 മണിക്ക് തന്നെ എഴുന്നേറ്റ് സെല്ലുകളിലേക്ക് പോയി അവിടെയുള്ള മാനസിക രോഗികളെ കുളിപ്പിക്കുവാനും അതുപോലെ തന്നെ അവരെ ഭക്ഷണത്തിന് വേണ്ടി ഒരുക്കുവാനുമെല്ലാം ഞങ്ങൾ പരിശ്രമിച്ചപ്പോൾ തോമസ് ഏട്ടൻ പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങളിതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നിങ്ങൾക്കായിട്ട് പ്രവർത്തിക്കുമെന്ന്. ഇതുപോലെ ഇത്രയും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ എവിടുന്നാണ് നമുക്കെല്ലാം ഒരുക്കി കിട്ടുന്നത് എന്ന് ചോദിച്ചപ്പോൾ പലപ്പോഴും ഭക്ഷണം കൊടുക്കുവാൻ എന്ത് ചെയ്യുമെന്നറിയാൻ നിന്ന നിമിഷങ്ങളിൽ ദൈവം തന്നെ പല രീതിയിൽ ഇവിടെ സാധനങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട്. അതെല്ലാം പറയുമ്പോൾ തോമസ് ചേട്ടൻ്റെ കണ്ണുകൾ നിറയുന്നത് ഞങ്ങൾ കാണാറുണ്ട്. കാരണം അത്രമാത്രം ദൈവപരിപാലന അനുഭവിച്ച ഒരു വ്യക്തിയായിരുന്നു തോമസ് ചേട്ടൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ അനുഭവങ്ങളിൽ എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അരിയില്ലാതെ വിഷമിച്ച അവസരങ്ങളിൽ ചിലപ്പോൾ 1-2 ലോഡ് ആയിരിക്കും പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇങ്ങോട്ട് അയച്ചു കൊടുക്കുക. ചിലപ്പോൾ ഒന്നുമില്ലാതെ വിഷമിച്ച് അവിടുത്തെ ഇൻമേറ്റ്സിന് ഇന്ന് വൈകിട്ട് എന്ത് കൊടുക്കുമെന്ന് ആലോചിക്കുമ്പോഴായിരിക്കും ഒരു കല്യാണ വീട്ടിൽ നിന്നും ഭക്ഷണവുമായിട്ട് ആളുകൾ അവിടെ എത്തുക. അങ്ങനെ പല രീതിയിലും ദൈവം അത്ഭുതകരമായി അവരെ തൊടുമ്പോൾ പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവ് പറയുന്ന പരിപാലന യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നവരായിട്ട് അവരോരുത്തരും മാറുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവിൻ്റെ വലിയ പരിപാലന അനുഭവിച്ച ഒത്തിരിയേറെ നിമിഷങ്ങളുണ്ടാകും. പലപ്പോഴും അത് തിരിച്ചറിയാതെ വീണ്ടും വീണ്ടും കർത്താവിന് നമ്മൾ വഴി പറയുമ്പോൾ ഓർക്കുക, നിൻ്റെ ജീവിതത്തിൽ നീ ഒരിക്കലെങ്കിലും ദൈവത്തിൻ്റെ പരിപാലന അനുഭവിച്ച നിമിഷങ്ങളില്ലേ എന്ന്. എന്തു ചെയ്യണമെന്ന് പോലും അറിയാതെ വിഷമിച്ചിരിക്കുന്ന വേളയിൽ നിനക്ക് സ്വാതന്ത്ര്യമായി നിൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇത് കർത്താവിൻ്റെ പരിപാലന തന്നെയാണ്. ഒരു കൈത്താങ്ങായി മാറുവാൻ ആരുമില്ലല്ലോ എന്ന് വേദനിച്ച് നിൽക്കുന്ന അവസരങ്ങളിൽ ഒരു കൈത്താങ്ങായി നിനക്ക് പരിചയമില്ലാത്ത ഒരു വ്യക്തി നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ടെങ്കിലും നിന്നെ പ്രോത്സാഹിപ്പിച്ച് നിന്നെ ഉയർത്തിയെടുക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അവിടെ കർത്താവ് നമ്മളെ കരുതുന്നവനാണ് എന്ന് തിരിച്ചറിയുക. അതിനാൽ ഇന്നത്തെ ഈ ഒരു സുവിശേഷത്തിലൂടെ കർത്താവ് നമ്മോട് പറയുന്നുണ്ട്, നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്.
നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതിയെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ക്ലേശങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നിൻ്റെ ജീവിതത്തിൽ കർത്താവിന് പ്രവർത്തിക്കാൻ അവസരം ഒരുക്കി കൊടുക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരുമ്പോൾ നിരാശയിലാണ്ട് ഇരിക്കുന്നവരല്ല, മറിച്ച് പ്രത്യാശയോടെ ജീവിക്കുന്നവരായിട്ട് കാണുവാൻ കർത്താവിന് സാധിക്കട്ടെ. നമ്മുടെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാനെ നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. തുടർന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവിൻ്റെ വലിയ പരിപാലന ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മളെ കരുതുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെയും നമുക്ക് പ്രത്യേകം സമർപ്പിക്കാം. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഏറ്റെടുക്കട്ടെ. നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് കടന്നു വന്ന് പ്രവർത്തിക്കട്ടെ. കർത്താവിന് പ്രവർത്തിക്കാൻ തക്ക വിധത്തിൽ നമ്മുടെ ഓരോരുത്തരെയും ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കിക്കൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമേ